ഹലോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് എവർ ഷോപ്പിംഗ് വ്ളോഗ്. സോ ഇന്ന് ഞാൻ ഷെഫീൽഡിലെ മെഡോ ഹോളിലാണുള്ളത്. സോ അവിടെ അത്യാവശ്യം ഇന്ന് ക്രൗഡഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീക്കെൻഡാണ് ഗൈസ്. ആദ്യം തന്നെ അവിടെ കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ എവിടെ പോയാലും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി റെസ്റ്റോറൻ്റ് ആയിരിക്കും. വിശപ്പിൻ്റെ വിളി പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പ്രിഫറൻസ് കൊടുക്കാറ് റെസ്റ്റോറൻറ്റ്സിന് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം കോസി ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് എനിക്കൊരു വീക്ക്നെസ് ആണ്. സോ ഒന്ന് കണ്ടു വെച്ചതിന് ശേഷം നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിലെ ഫസ്റ്റ് ഐറ്റം ഒരു ബാക്ക് പാക്ക് ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനാണ് നമ്മൾ ആദ്യം പോയത്. അത് കൊള്ളാം. ഇതൊക്കെ മാച്ചിങ് കളർ ചെരുപ്പ് ഇത് വാങ്ങിച്ചിട്ട് തൊപ്പി. ഇത് കൊള്ളാം അല്ലേ? നല്ല സുഖല്ലേ? സോഫ്റ്റ് ആയിട്ട്. സോ നെക്സ്റ്റ് നമ്മൾ എനിക്ക് ഷോപ്പിംഗ് പാർട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ആൻഡ് ആക്സസറീസ് സെലക്ട് ചെയ്യാനാണ് നോക്കിയത്. അയ്യേ കൊള്ളൂല. മറ്റേ ഇഷ്ടപ്പെട്ടില്ല അവിടെ കാണിച്ചത്. ആ കൊള്ളൂലേ? ആ കളറാ. നമ്മളിവിടെ നിന്നും എടുക്കുന്നില്ല. പെണ്ണുങ്ങളുടെ കയറിയിട്ട് ഞാൻ ഇതിലെടുക്കേ. എടുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. എടുക്കുന്നില്ല, നമുക്കിവിടെ ഒന്നും വേണ്ട. അങ്ങനെ നമ്മൾ പടി ഇറങ്ങി ഒന്നും കൊള്ളില്ല. അരുതിയാ നീ എടുക്കാമല്ലോ. നീ ഒന്ന് മേടിച്ചല്ലേ സേഫ് ആണല്ലേ? അവിടെ അങ്ങോട്ട് അങ്ങ് മൂലയ്ക്ക്. പിന്നെ കൊള്ളാമെന്നൊന്നും ഇട്ട് ഇതായില്ല ശരിയില്ല. ചേച്ചി അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാതെ പിണങ്ങി പോകണോ? ഇല്ലേ, കൊള്ളത്തില്ലേ? കുഴപ്പമില്ല. ആണോ വേണ്ടത്? ജ്യൂസ് ട്രയൽ ചെയ്യാൻ പോണോ? ഏതും കൂടെ എടുക്കും. അതിൻ്റെ കൂടെ വേറൊരു പാൻറ്റ് കൂടെ എടുക്കും. പാൻറ്റ് മാത്രം മതിയോ? ഉടുപ്പുണ്ടോ? ആ നിങ്ങളത് കേൾക്കുക. പാൻറ്റ് ഉടുപ്പൊന്നും പറഞ്ഞാൽ എന്താണ് പ്രശ്നം? നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിലും മലയാളികളല്ലേ. UK വന്നെന്ന് പറഞ്ഞെങ്കിൽ തലയുടെ രണ്ട് സൈഡിൽ കിടക്കുന്ന സാധനം എന്തിനും എടുക്കണ്ട. ഇപ്പോൾ
ഇട്. എടാ പോണ കമ്മിക്കൊണ്ട് ഇതുപോലൊരു പാൻറ് വളരെ ഇഷ്ടപ്പെട്ടു. ഡെനിം ജീൻസ് ഇതുപോലത്തെ ഒരു പാൻറ് എനിക്കുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? ഇതിനെക്കാട്ടും നല്ലതായിരുന്നു. സൈസ് 60 ആണല്ലോ കൊടുത്തിരിക്കുന്നത്. 16 ആണ് കൊടുക്കുന്നത്. എവിടെ പോയിരിക്കുന്നു? ട്രയൽ ആണോ? താങ്കൾ ക്യൂവില. എത്ര പേരാണല്ലേ ഇങ്ങനെ തറയിലൂടെ നീ അവിടെ എവിടെയെങ്കിലും പോയി. ആണോ? പോയിട്ട് വരൂ. ടാറ്റാ. പിന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ഡയമണ്ട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലോട്ടാണ് പോയത്. ഒന്നും വാങ്ങിക്കാനൊന്നുമല്ല, ചുമ്മാ നോക്കി ഒന്ന് രസിക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. സ്റ്റെർലിംഗ് സിൽവർ നാട്ടെ ഞാൻ കാണിച്ചു തന്നു. എടുത്തു. ഗുണു ഇത് കാണിക്കുന്ന ഇഷ്ടപ്പെട്ടോ? ഇതാ പാമ്പിനെ കണ്ടു. പാമ്പ് മാത്രം തിരിച്ചല്ലേ എവിടെ കൈയിടുന്ന ഇവിടെ ഇടുന്നതാണ്. ഇവിടെ എങ്ങനെ ഇടുന്നതാണ്? പക്ഷെ ഇതെനിക്ക് too expensive. കയ്യിൽ കിട്ടുന്നതാണോ ചോദിച്ചു? 75 പൗണ്ടിന്റെ കരടിക്കുട്ടി എനിക്ക് വേണ്ട. കുട്ടി ഓർഗാനിക് കോട്ടണ. ഓർഗാനിക് ആണോ? ഓർഗാനിക് ബാഗിലെ ചെരുപ്പുണ്ട്. ചെരുപ്പ് ഓർഗാനിക് ഓർഗാനിക് ചെരുപ്പാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ
ഞാൻ പറയും അതാണ് ഈ ഷോപ്പ്. സ്വരോസ്കി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ക്രിസ്റ്റൽ മെയ്ഡാണ്. സോ കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ ഗ്രീൻ കളറൊക്കെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഷോപ്പ് വിട്ട് പോകാനേ തോന്നിയില്ല. Pop candy comes life holding expressions from spectrum. പക്ഷെ പൊളിയല്ലേ? കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് തോന്നുന്നു. For the holidays. The crystal Mickey Mouse. നോക്കി അവഞ്ചേഴ്സ് ക്രിസ്റ്റൽ അവഞ്ചേഴ്സ്. ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് പാന്തർ, സ്പൈഡർമാൻ, തോർ, ക്യാപ്റ്റൻ മാർവൽ, അയൺമാൻ, ലോക്കി, ഹൾക്ക്, ഇത് പറ്റിയ താനോസ്. എല്ലാവരും ക്രിസ്റ്റലുണ്ട്. താനോസിനാണല്ലോ വില കൂടുതൽ. തോറിനനുസരിച്ചാണോ വില? ചിലപ്പോൾ ആയിരിക്കും അല്ലേ? ലോക്കിയുടെ മോളിൽ ഇരിക്കുന്നു. ലോക്കിയുള്ള ഇത് മേടിക്കണം. ഇപ്പൊ തന്നെ വാങ്ങിയാലോ? എന്നിട്ടിപ്പോൾ ഇത് തവളയാണ്. പല്ലി, ക്രിസ്റ്റൽ പല്ലിയാണ്. 230 പൗണ്ടിൻ്റെ ക്രിസ്റ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് ക്രിസ്റ്റൽസ്. ഷോപ്പിങ്ങും മാൾ ഫുള്ള് കറങ്ങി കാണലും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയർഡായി. ഇനി ഫുഡ് കിട്ടാണ്ട് ഒരടി പോലും എനിക്ക് വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച റെസ്റ്റോറൻറ്റിലായിട്ട് വീണ്ടും തിരിച്ചു വന്നു. വേഗമാമ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. നമുക്ക് ഡിഷസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഡെസേർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മെനു ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിനെ സെലക്ട് ചെയ്തത്. അതുമാത്രമല്ല ഓപ്പൺ കിച്ചണും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടാക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനും നല്ല രസമായിരുന്നു. വരുമ്പോ അറിയാം മോമോസ് ആണോ കീമോസ് ആണോ. വരുമ്പോ ഞാൻ പറഞ്ഞുതരാം പേരെല്ലാം. അതുവരെ നമുക്കിതൊരു ഹോൾഡ് ചെയ്തില്ല. ഓർമ്മയില്ലേ കുട്ടിക്ക്? ജൂട്ടി ഗ്രിൽഡ് ഡക്ക് ഡോൺ പൂരി. ചൂടാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മാറ്റി വയ്ക്കാം. എന്നാ ചെയ്യുന്നത്? പ്രോൺ ക്രാക്കേഴ്സ് അതൊന്നെങ്ങനെ എടുത്ത് ഡീപ്പിൽ മുക്കി. അങ്ങനെ ഫുഡെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടേസ്റ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടലി എല്ലാം കൊള്ളായിരുന്നു.
രണ്ട് ദുബായ് ചോക്ലേറ്റ്. ചിയേഴ്സ്. ലാസ്റ്റായിട്ട് ഒരു ദുബായ് ചോക്ലേറ്റ് ബാറും പിസ്ത കുനാഫയും കഴിച്ച് നമ്മൾ ഈ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. സോ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.